എൻ്റെ പേര് വത്സ, കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 26/11/2024 എൻ്റെ മകൻ്റെ ഭാര്യയുടെ പ്രഗ്നൻസിയിൽ 5-ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഇടത് കിഡ്നി ഇല്ലെന്നും യൂറിനറി ബ്ലാഡർ കാലിയാണെന്നുമുള്ള റിപ്പോർട്ടാണ് വന്നത്. അത് കേട്ട് ഞങ്ങൾ ആകെ വിഷമിച്ചു. അപ്പോൾ അതിനടുത്ത ദിവസം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം. അങ്ങനെ അതിനടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഞാൻ മകളുടെ ഉദരത്തിൽ കുരിശ് വരച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ചു. പിന്നെ അതിനുശേഷം പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തു. ബൈബിൾ വായനയുണ്ടായി. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, അനുദിനം ദിവ്യബലിയിൽ സംബന്ധിക്കാനുള്ള അനുഗ്രഹം, ഇതൊക്കെ എനിക്ക് ലഭിച്ചു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാനിങ് നടത്തിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, കുഞ്ഞിന് 2 കിഡ്നി ഉണ്ടെന്നും യൂറിനറി ബ്ലാഡർ നോർമലാണെന്നുള്ള റിപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് 5 മാസമായി. പരിപൂർണ ആരോഗ്യത്തോടുകൂടി ഉള്ള കുഞ്ഞിനെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനെ ഓർത്ത് മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ രോഗികളെ കാരുണ്യപ്രവൃത്തികളുടെ ഇതായിട്ട് രോഗികളെ സന്ദർശിക്കുമായിരുന്നു. ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു. അതുപോലെ സാക്ഷ്യം കേൾക്കുമായിരുന്നു. മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോർത്ത് മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. വത്സ എന്ന ഈ സഹോദരിയും മകളുടെ കുഞ്ഞും ഈ അൾത്താരയിൽ വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിന് നന്ദി പറയുന്നു. ആ കുഞ്ഞിന് ജനിക്കുമ്പോൾ ഒരു കിഡ്നി ഇല്ലായിരുന്നുവെന്നും യൂറിനറി ഇഷ്യൂസ് ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പ്രത്യേകമായി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആ ഒരു ജീവിതം വല്ലാത്തൊരവസ്ഥയിലും പ്രതിസന്ധിയിലും സങ്കടത്തിലെത്തുമ്പോഴാണ് അമ്മ ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുത്ത് നിയോഗം അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് അമ്മ ഈ സാക്ഷ്യത്തോടൊപ്പം ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ദിവസം മുതൽ അമ്മയുടെ ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ജനിച്ച കുഞ്ഞിന് 2 കിഡ്നിയും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. യൂറിനറി ഇഷ്യൂസ് മുഴുവനും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ അടുത്ത് മുട്ടിപ്പായി കണ്ണീരോടെ പൂർണ്ണമായും അമ്മ മാതാവിന് ഈശോയോട് പറഞ്ഞ് സാധിച്ചു തരുവാൻ സാധിക്കുമെന്ന നല്ല വിശ്വാസത്തിലാണ് ഈ നിയോഗം മുഴുവനും കൊടുത്തിരുന്നത്. അതിന് ഫലമായി 5-ാം മാസം എത്തുമ്പോൾ കുഞ്ഞിന് 2 കിഡ്നികളും പൂർണ്ണ ആരോഗ്യവും യൂറിനറി ഇഷ്യൂസ് പൂർണ്ണമായി മാറിയതായും ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും കുഞ്ഞ് ഓമനത്വത്തോടും സന്തോഷത്തോടും കൂടി കരങ്ങളിലിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മയിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും നേടിക്കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഭവത്തിനും ദൈവാനുഗ്രഹത്തിനും കുഞ്ഞിന് ലഭിച്ച നല്ല ആരോഗ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.